വിശുദ്ധ ഉയിർപ്പ് തിരുനാൾ ആഘോഷിച്ചു. ഒമാനിലെ ദേവാലയങ്ങളിൽ വിവിധ സഭകളുടെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാനകളും പ്രാർത്ഥനകളും നടന്നു. മസ്കറ്റിലെ റൂവി സയൻസ് പീറ്റർ ആൻഡ് പോൾ കത്തോലിക് ദേവാലയത്തിൽ നടന്ന ദേവാലയ ശുശ്രൂഷകൾക്ക് ഫാദർ പ്രിൻസ് പീറ്റർ തുമ്പനിരപ്പേൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സെബിൻ ചരളക്കാട്ട് മുഖ്യ പ്രഭാഷണം നടത്തി. ചടങ്ങുകൾക്ക് മസ്കറ്റ് മലയാളി പ്രാർത്ഥന കൂട്ടായ്മ നേതൃത്വം നൽകി. രാവിലെ മലങ്കര കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിലും പ്രാർത്ഥനകൾ നടന്നിരുന്നു. രാവിലെ നടന്ന പ്രാർത്ഥനകൾക്ക് വികാരി ഫാദർ വർഗീസ് വാലിക്കോടത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സെബിൻ, ഫാദർ പ്രിൻസ് എന്നിവർ സഹകാർമ്മികരായിരുന്നു. ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിൽ പാഠപുസ്തക വിലയിൽ വരുത്തിയ അമിത വിലവർദ്ധനവിനെതിരെ രക്ഷിതാക്കളുടെ സംഘം പ്രതിഷേധവുമായി വീണ്ടും രംഗത്ത്. പുസ്തക വിലവർദ്ധന അടിയന്തരമായി പിൻവലിക്കണമെന്ന് രക്ഷിതാക്കൾ BODക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. പാഠപുസ്തക വിലയിൽ ഇരട്ടിയിലധികം വർധനവാണ് വരുത്തിയിരിക്കുന്നതെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പാഠപുസ്തകത്തിന് ഭീമമായ വിലയാണ് വിദ്യാർത്ഥികളിൽ നിന്നും ഈടാക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം പുസ്തകങ്ങൾ വാങ്ങുന്നതിനായുള്ള പർച്ചേസിംഗ് മാനുവൽ പാലിച്ചുകൊണ്ടാണോ പുതിയ പുസ്തകങ്ങൾ വാങ്ങിയിരിക്കുന്നത് എന്ന കാര്യം വ്യക്തമാക്കുന്നതിനായി വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്നും രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ സ്കൂൾ ടെക്സ്റ്റിന്റെ വിലയിൽ വലിയ വർധന വരുത്തിയിരിക്കുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പുസ്തകങ്ങൾക്ക് ഒരു നമുക്ക് എക്സ്ട്രാ ഓർഡിനറി അസാധാരണമെന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു ചാർജ് വർധന വരുത്തിക്കൊണ്ടുള്ള ഒരു സർക്കുലറാണ് ഇവിടെ പുറത്തിറക്കുകയും ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് പുസ്തകം വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫീസ് വർദ്ധിപ്പിച്ച കാര്യത്തിലും ഇപ്പോൾ ടെക്സ്റ്റിൻ്റെ വില ഭീമമായി വർദ്ധിച്ച കാര്യത്തിലും ഉടനടി ഈ തീരുമാനങ്ങൾ പിൻവലിക്കണമെന്ന് രക്ഷിതാക്കളുടെ ഒരു വലിയ സംഘം സ്കൂൾ അധികാരികളെ ഇപ്പോൾ കാണുകയും അവർക്ക് നിവേദന രൂപത്തിൽ സമർപ്പിക്കുകയും ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. അടുത്തിടെയായി വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ദോഷകരമായി ബാധിക്കുന്ന തീരുമാനങ്ങൾ സ്കൂൾ ഡയറക്ടർ ബോർഡിൽ നിന്നും സ്കൂൾ അക്കാദമിക് ഭരണ വിഭാഗത്തിൽ നിന്നും തുടർച്ചയായി ഉണ്ടാകുന്നതായി രക്ഷിതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ച് ബുക്സിന് ഡബിൾ ആണ് പ്രൈസ് കൂടിയിരിക്കുന്നത്. അപ്പോൾ ഒരു സാധാരണ ഫാമിലി, ഒരു വെറും മിഡിൽ ക്ലാസ് ഫാമിലിക്ക് 2 മക്കളുള്ള എങ്ങനെ അഫോർഡ് ചെയ്യും? അതിനകത്ത് പകുതി ബുക്സ് ഇല്ല. ബുക്സ് ഇനി പുറത്തുനിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യണം. അപ്പോൾ ആ എമൗണ്ട് എല്ലാം കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ നോർമൽ ആയിട്ടുള്ള ഫാമിലീസിന് അത് അഫോർഡബിൾ അല്ല. അതുകൊണ്ട് ഇത് എന്തെങ്കിലും സ്ട്രിക്റ്റ് ആക്ഷൻ ഈ ബുക്സിന് വേണ്ടിയിട്ട് എടുത്തേലേ പറ്റത്തുള്ളൂ. അതുപോലെ ഫീസ് വർധന ഒരു ഇതും ഇല്ലാതാണ് ഫീസ് ഇൻക്രീസ് ചെയ്യുന്നത്. അതെല്ലാം സാധാരണക്കാർക്ക് അഫോർഡബിൾ അല്ല. അതുകൊണ്ട് എന്തെങ്കിലും അതിനെക്കുറിച്ച് ചെയ്തേലേ പറ്റുള്ളൂ. അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു പുസ്തകത്തിന് 2ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പല സ്കൂളുകളിൽ ഈ ഒമാനിലെ വിവിധ സ്കൂളുകളിൽ 6 റിയാൽ മുതൽ 8 റിയാൽ 500 പൈസ വരെയുള്ള ഒരു വ്യത്യസ്ത റേറ്റുകളാണ് ഒരേ പുസ്തകത്തിന് പല സ്കൂളുകളും ഈടാക്കുന്നത്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരീക്ഷകളോ അല്ലെങ്കിൽ അത്ര കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഈ വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകുന്നത് നല്ലത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഒരു പാരന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നിലപാട് സ്കൂൾ മാനേജ്മെന്റ് അല്ലെങ്കിൽ ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ഇത്തരം തീരുമാനങ്ങളിൽ നിന്നും സ്കൂൾ അധികൃതർ പിന്തിരിയണമെന്നും ഫീസ് വർധനയും പാഠപുസ്തക വിലയിൽ വരുത്തിയ ഭീമമായ വില വർധനയും ഉടൻ പിൻവലിക്കണമെന്നും രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു. രക്ഷിതാക്കളുടെ സംഘത്തിന് അനുചന്ദ്രൻ, KV വിജയൻ, ദിനേശ് ബാബു, ഷിൽജ, നിഷാൻ, അഭിലാഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കൈരളി ന്യൂസ്, ഒമാൻ.